നമസ്കാരം. അടുത്തിടെയായി റോഡ് അപകടങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അശ്രദ്ധയും ഓവർ സ്പീഡും ഗതാഗത നിയമ ലംഘനവുമെല്ലാമാണ് ഇവയ്ക്ക് പിന്നിൽ. അതിനാൽ വാഹന അപകടങ്ങളും ഗതാഗത നിയമ ലംഘനങ്ങളും അനുദിനം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ AI ക്യാമറകളുടെ അടുത്ത സെറ്റ് അല്ലെങ്കിൽ രണ്ടാം ഘട്ടം സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. പോലീസാകും സംസ്ഥാനമൊട്ടാകെ ഇവ സ്ഥാപിക്കുക എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. ഇതേ സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ട്രാഫിക് IG നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. ADGP മനോജ് എബ്രഹാം വിളിച്ച യോഗത്തിലായിരുന്നു ഈ തീരുമാനം. മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാനത്തെ പല ഭാഗങ്ങളിലായി സ്ഥാപിച്ച 675 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകളാണ് ഇപ്പോൾ നിരത്തിലുള്ളത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ക്യാമറകൾ എത്തപ്പെട്ടിട്ടില്ലാത്ത പാതകളും പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചാകും പോലീസ് സ്ഥാപിക്കുന്ന സീസൺ 2 ക്യാമറകൾ വരുന്നത്. സംസ്ഥാനത്ത് ഇതിനോടകം മാർക്ക് ചെയ്തിട്ടുള്ള 374 അതിതീവ്ര ബ്ലാക്ക് സ്പോട്ടുകൾക്കാവും ഇക്കാര്യത്തിൽ മുൻഗണന നൽകുന്നത്. AI ക്യാമറകളുടെ എണ്ണം കൂട്ടാൻ മോട്ടോർ വാഹന വകുപ്പ് മുമ്പ് തീരുമാനിച്ചിരുന്നു. എങ്കിലും കരാർ ഏറ്റെടുത്ത കെൽട്രോൺ നൽകിയ ഉപകരാറുകൾ വിവാദമായതോടെ പദ്ധതി വിപുലീകരിക്കാനുള്ള നീക്കം അധികൃതർ മരവിപ്പിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് MVDയിൽ നിന്നും ബാറ്റൺ സ്വീകരിച്ചുകൊണ്ട് AI ക്യാമറ പദ്ധതി പോലീസ് ഏറ്റെടുക്കുന്നത്. AI ക്യാമറ പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോഴും ആവിഷ്കരിക്കുമ്പോഴും നാനാ ദിക്കിൽ നിന്നും വലിയ എതിർപ്പുകളും ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്ന് ഇതിനെതിരെ ജയ് വിളിച്ചതും കൊടി പിടിച്ചതും ആക്ഷേപം പറഞ്ഞതുമെല്ലാം പലരും പിന്നീട് പല അവസരങ്ങളിലും അത് തിരുത്തി പറഞ്ഞ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. വളരെ അധികം വിവാദങ്ങൾ ഉണ്ടായെങ്കിലും ഗതാഗത നിയമലംഘനങ്ങൾ തടയാനും അതിന്റെ തോത് ക്രമാനുഗമമായി കുറയ്ക്കാനും AI ക്യാമറ സംവിധാനം വിജയകരമാണെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. സംസ്ഥാനത്തെ അപകട മരണ നിരക്കിൽ കുറവുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. 165 കോടിയാണ് ക്യാമറകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ചെലവായത്. ആദ്യ വർഷം തന്നെ പിഴ ഇനത്തിൽ 78 കോടി രൂപയോളം വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. 428 കോടി രൂപയോളം വരുന്ന പിഴത്തുക ചുമത്തിയിട്ടുമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മോട്ടോർ വാഹന വകുപ്പ് പദ്ധതി നടത്തിപ്പുകാരായ കെൽട്രോണിന് നൽകാറുണ്ടായിരുന്ന കരാറ് തുക മുടങ്ങിയതിനാൽ നോട്ടീസ് വിതരണം വൈകിയതാണ് പിഴ കുടിശ്ശിക ഇത്രയും കൂട്ടിയത്. എന്നാൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് വ്യത്യസ്തമായി പോലീസ് ഇത്തരം പദ്ധതികൾ നേരിട്ടാണ് നടത്തുന്നത് എന്നതാണ് ഇതിലെ ട്വിസ്റ്റ്. സ്വന്തം ഫണ്ടിൽ നിന്നാണ് പോലീസ് സേന ക്യാമറകൾ സ്ഥാപിക്കാറുള്ളത്. ഇതോടൊപ്പം കൺട്രോൾ റൂമുകളെല്ലാം തന്നെ നേരിട്ടാണ് നടത്തുന്നത് എന്നതും ശ്രദ്ധിക്കണം. മോട്ടോർ വാഹന നിയമപ്രകാരം ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് പിഴ ചുമത്താൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും തുല്യ അധികാരമുണ്ട്. അതിനാൽ ഇനി മുതൽ MVDയുടെ AI ക്യാമറകളെ മാത്രമല്ല മുക്കിനും മൂലയ്ക്കും പോക്കറ്റ് റോഡിലും കലുങ്കിലും കനാലിലും അടുത്തുവരെ വന്നേക്കാവുന്ന പോലീസ് ക്യാമറകളെയും ഗൗനിക്കണം. നിലവിൽ MVD സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകൾ ഇരിക്കുന്ന ലൊക്കേഷനുകൾ ഒഴിവാക്കിയാവും പോലീസിന്റെ ഈ ക്യാമറകളെല്ലാം തന്നെ സജ്ജീകരിക്കുന്നത്. താമസിയാതെ തന്നെ ഈ ലൊക്കേഷനുകൾ പോലീസ് തന്നെ വെളിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷ.